ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്ന വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗിന്റെ വെളിപ്പെടുത്തലിൽ ചോദ്യങ്ങളുമായി കോൺഗ്രസ്. സൈനിക നടപടിയിൽ ഇത്രയേറെ മുന്നിലായിരുന്നുവെങ്കിൽ ആരുടെ സമ്മർദ്ദത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയതെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര ചോദിച്ചു. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, നേരത്തെയും ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനുശേഷം പാർലമെന്റിൽ വിശദമായ ചർച്ച, മറുപടി അതൊക്കെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഇന്നലത്തെ വാർത്ത വന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണോ കോൺഗ്രസ്? ഈ നേരത്തെ തന്നെ കോൺഗ്രസ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നതാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ട് നിർത്തി? ട്രംപിന്റെ ഇടപെടൽ കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത്. ട്രംപ് അങ്ങനെ അവകാശപ്പെടുന്നു, ഇതിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണം. ഈ ചോദ്യങ്ങളായിരുന്നു നേരത്തെ തന്നെ കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. അനുജ പറഞ്ഞതുപോലെ തന്നെ പാർലമെന്റിലടക്കം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് ഉന്നയിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ട്രംപിന്റെ അവകാശവാദങ്ങൾ തള്ളിക്കൊണ്ടായിരുന്നു ഒരേ സമയം രംഗത്തെത്തിയത്. DGMO തല ചർച്ചയിലാണ് തീരുമാനമെടുത്തതെന്നും അതിന് തുടക്കം കുറിച്ചത് പാകിസ്ഥാനുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞത്. പക്ഷേ ഈ സംഭവം നടന്ന ഏതാണ്ട് 2 മാസങ്ങൾക്ക് ശേഷമാണ് വ്യോമസേന മേധാവിയുടെ ഭാഗത്ത് നിന്ന് ആദ്യമായി ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. അതായത് പാകിസ്ഥാന്റെ 5 പോർ വിമാനങ്ങളും ഒരു വ്യോമ നിരീക്ഷണ സംവിധാനവും തകർത്തുവെന്നായിരുന്നു വ്യോമസേന മേധാവി അമർപ്രീത് സിംഗിന്റെ വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസ് ഇത്തരത്തിലൊരു ചോദ്യം ഉയർത്തുന്നത് കേന്ദ്ര സർക്കാരിനോട്. അതായത് ഇത്തരത്തിൽ സംഘർഷത്തിൽ നമ്മൾ ഏറെ മുന്നിലായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ അവസാനിപ്പിച്ചത്? നമ്മുടെ ലക്ഷ്യം അതല്ലായിരുന്നല്ലോ എന്നാണ് ചോദ്യം. മാത്രമല്ല, ഈ ട്രംപിന്റെ അവകാശവാദം, അതിൽ ഇപ്പോഴും ട്രംപ് അങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. അത് എന്തിനാണ്, അല്ലെങ്കിൽ അതിലിപ്പോഴും മോദി മറുപടി പറയണമെന്നാണ് പവൻ ഖേര ആവശ്യപ്പെടുന്നത്. അതെ, വെടിനിർത്തലിന് താനാണ് ഇടപെട്ടത് എന്ന അവകാശവാദം കഴിഞ്ഞ ദിവസവും ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചിരുന്നു. ഒപ്പം ഇന്നലെ 6 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന്റേത് തകർത്തുവെന്ന വ്യോമസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ കൂടി വന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ചോദ്യങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്.